കനാൻ ആക്രമണത്തിൻ്റെയും ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെയും വ്യക്തമായ പുരാവസ്തു സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. BC 1400-നും 1200-നും ഇടയ്ക്കുണ്ടായ നാശം പലസ്തീനിലെ പല സ്ഥാനങ്ങളും ഉത്ഖനനം ചെയ്തപ്പോൾ കണ്ടെത്തി. അഗ്നിയാൽ നശിച്ച ബേഥേൽ ന്യായാധിപന്മാർ 1:22 ചുടുകല്ലിൻ്റെ കൂമ്പാരമായി മാറി. ലാഖീശിൽ കത്തിയമർന്ന പട്ടണത്തിൻ്റെ ശൂന്യശിഷ്ടങ്ങൾ ശേഷിക്കുന്നു. കിര്യത്ത് സേഫർ യോശുവ 10:38, ന്യായാധിപന്മാർ 1-ാം 11 മുതൽ 13 വരെ, ഹാസോർ യോശുവ 11:10 മുതൽ 13 വരെ എന്നിവയുടെ നാശവും മനസ്സിലാക്കാൻ കഴിഞ്ഞു. 1930-36 കാലത്ത് ഗാർസ്റ്റാങ് എരിഹോ കുഴിച്ചു. എരിഹോയുടെ മതിൽ മലർന്നു വീണ് കിടക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അനന്തര ഉത്ഖനനങ്ങളിൽ ഊട്ടുയുഗത്തിൻ്റെ അന്ത്യത്തിലുള്ള അഥവാ BC 1600-നും 1200-നും മധ്യേ മൺപാത്രങ്ങൾ കണ്ടെടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പല പേരുകൾക്കും സദൃശമായ പേരുകൾ റാസ് ഷംറ ഫലകങ്ങളിൽ ഉണ്ട്. ഉദാഹരണം അഹീമാൻ, തൽമായി, ന്യായാധിപന്മാർ 1:10. ഈ കാലത്ത് യെരുശലേം പിടിക്കപ്പെട്ടിരുന്നില്ല. ഈജിപ്തിലെ ഫറവോനോട് യെരുശലേം രാജാവ് കൂറു പുലർത്തിയിരുന്നതായി അമർന ലിഖിതങ്ങൾ തെളിവ് നൽകുന്നു. ഇസ്രായേലിലെ രാജവാഴ്ച BC 1050 മുതൽ 600 വരെ നീണ്ടുകിടക്കുകയാണ്. BC 11-ഉം 10-ഉം നൂറ്റാണ്ടുകളിൽ ഇസ്രായേലിൻ്റെ ഇരുവശത്തുമുണ്ടായിരുന്ന മഹാശക്തികളായ അശൂരും മിസ്രയീമും ക്ഷയോന്മുഖമായിരുന്നു. യെരുശലേമിന് ഏതാണ്ട് 3 കിലോമീറ്റർ വടക്കുള്ള ഗിബെയയായിരുന്നു ശൗലിൻ്റെ തലസ്ഥാനം. ഇവിടെ കണ്ടെത്തിയ 2-ാം പട്ടണത്തിൻ്റെ മതിലിന് 180 സെന്റിമീറ്റർ കനമുണ്ടായിരുന്നു. ശൗലിൻ്റെ വാസസ്ഥാനം ഈ കോട്ടയായിരുന്നിരിക്കണം. ദാവീദിന്റെ കാലത്ത് ദിനവൃത്താന്തത്തിൽ വിവരിച്ചിരിക്കുന്ന സംഗീതത്തിൻ്റെ വികാസം ഉണ്ടായിരുന്നില്ലെന്ന് വിമർശകർ വാദിച്ചു. എന്നാൽ ദാവീദിന്റെ കാലത്തിന് മുമ്പ് തന്നെ സംഗീതം വളരെയധികം വളർന്നിരുന്നു എന്ന പുരാവസ്തു ഗവേഷണം തെളിയിച്ചു. ഷേമ്യർ ഈജിപ്തിലേക്ക് വരുന്നതിനെ കാണിക്കുന്ന ഒരു കല്ലറ ചിത്രമുണ്ട്. അതിൽ ഒരാളിൻ്റെ കയ്യിൽ വീണയുണ്ട്. ഇതിൻ്റെ കാലം ഏതാണ്ട് 1900 BC ആണെന്ന് കരുതപ്പെടുന്നു. തീപ്സിലെ ഒരു ശവകുടീരത്തിൽ ഏതാണ്ട് BC 1400-ൽ വീണയോടുകൂടിയ ഒരു പെൺകുട്ടിയുടെയും കുഴലോടുകൂടിയ ഒരു ബാലികയുടെയും ചിത്രങ്ങളും ഉണ്ട്. ശലോമോന്റെ വിശാലമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രംഗഭൂമിയായ മെഗിദ്ദോയിൽ നിന്നും BC 10-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന വിശാലമായ അശ്വാലയങ്ങൾ ഉത്ഖനനം ചെയ്തു. ഇവയിൽ ഒന്ന് 500ഓളം കുതിരകളെ പാർപ്പിക്കാവുന്നത്ര വലുതായിരുന്നു. ശലോമോന് ചെങ്കടൽക്കരയിൽ യെസിയോൻ ഗേബർ എന്നൊരു തുറമുഖ പട്ടണം ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാർ 9:26. ഈ പട്ടണം ഒരു വലിയ വ്യവസായ കേന്ദ്രമായിരുന്നു. ഇരുമ്പും താമ്രവും ശുദ്ധി ചെയ്യുന്നതിനുള്ള ശാലകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം നെൽസൺ ഗ്ലൂവക് കുഴിക്കുകയുണ്ടായി 1938-നും 40-നും മധ്യേ. പൗരാണിക രേഖകളിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള 41 രാജാക്കന്മാരുടെ പേരുകൾ കാണപ്പെടുന്നു എന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിൽസൺ ചൂണ്ടിക്കാണിച്ചു. ഈ 41 പേരുകളിൽ 26 പേർ വിദേശ രാജാക്കന്മാരാണ്. മിസ്രയീം രാജാക്കന്മാർ 5, അശൂർ രാജാക്കന്മാർ 5, ബാബേൽ രാജാക്കന്മാർ 5, ബാക്കി മറ്റു രാജാക്കന്മാർ. ഇസ്രായേലിലെ 6 രാജാക്കന്മാരെയും യഹൂദയിലെ 4 രാജാക്കന്മാരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിൽസന്റെ മരണത്തിന് ശേഷം AD 1930-ൽ യഹോയാക്കീം, ആഹാസ് എന്നീ 2 യഹൂദ രാജാക്കന്മാരുടെ പേരുകൾ കൂടി ലിഖിതങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു.